ദേവ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ. ഓ ദേവ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ. ദേവാനിൻ മഹിമൈ നമ്മையெல்லாம் പരിശുദ്ധ സ്ഥലത്തിൽ പാസ്റ്റർ ഷാജൻ ജോർജ് ഓസ്ട്രേലിയയിൽ ശുശ്രൂഷിക്കുന്നു. 2015 ഏപ്രിൽ 25 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഡെലിവറൻസ് ബൈ ഫയർ എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നാം ഇന്ന് ചിന്തിക്കാൻ വേണ്ടി പോകുന്ന ദൈവത്തിൻ്റെ വചനം എബ്രായലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിയില്ലെങ്കിൽ വല്ലപ്പോഴും നമ്മളെ ഒഴുക്കിക്കളയും. വിശ്വാസിയെ അവൻ്റെ തീരുമാനത്തിൽ നിന്നും അവൻ്റെ പ്രതിഷ്ഠയിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന പൈശാചിക ശക്തികൾ, പൈശാചികമായ ഒഴുക്ക് ലോകത്തിലുണ്ട്. കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ നാം സംഗ്രഹിച്ചാൽ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ നമ്മൾ ഇരിക്കും. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടുമേൽ അലിച്ചു, അത് വീണില്ല. എത്ര വലിയ ഒഴുക്ക്, പൈശാചികമായ ഒഴുക്ക് നമ്മുടെ മേൽ വന്നാലും നമ്മൾ വ്യതിചലിക്കാതിരിക്കണമെങ്കിൽ നാം കേട്ട വചനം നിശ്ചയമായിട്ടും നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അത് ശ്രദ്ധയോടെ കരുതണം. അങ്ങനെ ചെയ്താൽ ആരൊക്കെ ഇടറിയാലും നമ്മൾ ഇടറത്തില്ല. ആരൊക്കെ പിന്മാറിപ്പോയാലും നമ്മൾ പിന്മാറിപ്പോകത്തില്ല. ആരൊക്കെ കലപ്പൊക്കെ കൈവച്ചിട്ട് പുറകിലേക്ക് നോക്കിയാലും അകത്ത് ദൈവത്തിൻ്റെ വചനം അടിവരയിട്ട് ഉറപ്പിച്ച് അത് പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസി വ്യതിചലിക്കത്തില്ല. എല്ലാ ഒഴുക്കിൻ്റെയും പുറകിൽ ഒരു കാറ്റുണ്ട്. സങ്കീർത്തനങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: കാറ്റടിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു. ഒരു വിശ്വാസിയെ നശിപ്പിക്കുന്നതിൻ്റെ പുറകിൽ, അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതിൻ്റെ പുറകിൽ ഒരു പൈശാചികമായ കാറ്റുണ്ട്. അതാണ് യേശുവും ശിഷ്യന്മാരും പോയപ്പോൾ കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകാം എന്ന് പറഞ്ഞപ്പോൾ കാറ്റടങ്ങി, കടൽ ശാന്തമായി. വിശ്വാസിയെ തകർക്കുന്നതിൽ ഒരു പൈശാചികമായ കാറ്റുണ്ടെങ്കിൽ ഒരു വിശ്വാസിയെ ആത്മാവിൻ്റെ ശക്തിയിൽ അഭിഷേകത്തിൽ നിറക്കുന്നതിലും ഒരു ആത്മീകമായ കാറ്റുണ്ട്. പെന്തക്കോസ്ത് നാളിൽ കൊടിയ കാറ്റടിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിമേറിയ അഭിഷേകം അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷയിൽ നിറഞ്ഞു. ആത്മാവിൻ്റെ ഒരു ഒഴുക്ക് യെരൂശലേം മുഴുവനും ആ അഭിഷേകം ഒഴുകി. ഇതുപോലെ നമ്മുടെ അകത്തുനിന്ന് ഈ ജീവജല നദികൾ ഒഴുകിയില്ലെങ്കിൽ നിശ്ചയമായിട്ടും പൈശാചികമായ ഒഴുക്കുകൾ നമ്മളെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഇന്ന് ദൈവത്തിൻ്റെ വചനം ഞാൻ പറയാൻ പോകുന്നത് 2 വിധത്തിലുള്ള ഒഴുക്കുകളുണ്ട്. പൈശാചികമായ ഒഴുക്കുണ്ട്, ദൈവികമായ ഒഴുക്കുണ്ട്. പൈശാചികമായ ഒഴുക്ക് ഭക്തന്മാരുടെ ഭക്തിയിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കും. അവിടെ തീരുമാനങ്ങളിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കും. അവിടെ പ്രതിഷ്ഠയിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കും. എന്നാൽ
ആത്മീകമായ ഒഴുക്ക് നമ്മിലുണ്ടെങ്കിൽ നമ്മൾ പോകുന്നിടത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ നിൽക്കുന്നിടത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. 2 ഒഴുക്കുകളാണ് ഇന്നുള്ളത്. ഒന്ന് ആത്മീകമായ ഒഴുക്ക്, 2 പൈശാചികമായ ഒഴുക്ക്. പൈശാചികമായ ഒഴുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ കാൽ വഴുതിപ്പോകും, നമ്മുടെ വിശ്വാസം ഇടറിപ്പോകും, നമ്മുടെ പ്രാർത്ഥന മുടങ്ങിപ്പോകും, നമ്മുടെ ജീവിതത്തിൽ ആടിയുലയുന്ന അവസ്ഥകളുണ്ടാകും. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, പൈശാചികമായ ഒഴുക്ക് നമ്മുടെ നേരെ വരുന്നതിന് മുമ്പ് നമ്മുടെ അകത്തുനിന്ന് ആമേൻ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് പുറപ്പെട്ടാൽ, ആമേൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രവാഹം പുറപ്പെട്ടാൽ നിശ്ചയമായിട്ടും ആ ഒഴുക്കിനെ ഓവർകം ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുക. ആമേൻ. ബലവാൻ ആയുധം ധരിച്ച് അവന്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെയിരിക്കും. എന്നാൽ അവനിലും ബലവാനായവൻ വന്ന് അവനെ കീഴടക്കിയാൽ അവന്റെ കോപ്പ് കവർന്നെടുക്കാൻ സാധിക്കും. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ നേരെ വരുന്ന പൈശാചികമായ ഒഴുക്കിനേക്കാൾ ശക്തമേറിയ ഒഴുക്ക് നമ്മുടെ അകത്തുനിന്ന് വിശ്വാസത്താൽ പുറപ്പെട്ടാൽ ആ ഒഴുക്കിനെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. വേദപുസ്തകം എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്: അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അതുകൊണ്ട് നാം എപ്പോഴുമല്ല, വല്ലപ്പോഴും, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടത് കേട്ടത് നാം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. എന്തുകൊണ്ടാണ്? നമ്മൾ കേട്ട ആ ദൂതിൽ നിന്ന്, നമ്മൾ പ്രാപിച്ച ആ രക്ഷയിൽ നിന്ന്, നമ്മൾ പ്രാപിച്ച ആ ദൈവകൃപയിൽ നിന്ന്, നമ്മളെടുത്ത തീരുമാനത്തിൽ നിന്ന് നമ്മളെ ഒഴുക്കാൻ വേണ്ടി പൈശാചികമായ കാറ്റടിച്ചു വരും, പൈശാചികമായ തകർക്കുന്ന കാറ്റടിച്ചു വരും. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ നമ്മുടെ അകത്ത് വിശ്വാസത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചാൽ ആ പൈശാചികമായ കാറ്റുകളെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ നമ്മുടെ മേൽ കർത്താവ് പകർന്നു തരും. ശ്രദ്ധിച്ചു കേട്ടോ. അവൻ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി വരുന്ന പൈശാചികമായ ഒഴുക്കുകൾ, പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ നമ്മുടെ അടിസ്ഥാനം വചനമാകുന്ന പാറമേൽ അല്ലെങ്കിൽ ദേശത്ത് വരുന്ന ഒഴുക്കുകൾ, ദേശത്ത് വരുന്ന കാറ്റുകൾ നമ്മളെ അടിപ്പറിച്ചു കളയുക. എന്നാൽ അടിപറിയാതിരിക്കണമെങ്കിൽ നമ്മുടെ അടിസ്ഥാനം ദൈവവചനമാകുന്ന ക്രിസ്തുവാകുന്ന പാറമേലായിരിക്കണം. വചനം പറയുന്നു, ആമേൻ, കാറ്റടിച്ചിട്ട് വെള്ളം ഒഴുകുന്നു. ഏത് ഒഴുക്കിന്റെ പിന്നിലും പ്രവർത്തിക്കുന്ന ഒരു കാറ്റുണ്ട്. ഏത് അനുഗ്രഹത്തിന്റെ പുറകിലും പ്രവർത്തിക്കുന്ന ഒരു കാറ്റുണ്ട്. സങ്കീർത്തനം 147:18 പറഞ്ഞു, കാറ്റടിച്ചിട്ടല്ലാതെ വെള്ളം ഒഴുകുന്നില്ല. വെള്ളത്തെ ഒഴിപ്പിക്കുന്നത്, വെള്ളത്തിന്റെ ഒഴുക്കിന്റെ പുറകിലെ ശക്തി എന്ന് പറഞ്ഞാൽ അത് കാറ്റാണ്. ആമേൻ. യേശുക്രിസ്തു ഗദർദേശത്തേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ, ആമേൻ, അന്ന് സന്ധ്യയായപ്പോൾ അവർ യാത്ര പുറപ്പെട്ടു. എന്നാൽ പല നാഴിക ദൂരത്തായപ്പോൾ രാത്രി വലിയ ചുഴലിക്കാറ്റുണ്ടായി. ആമേൻ, തിര തള്ളിക്കയറി പടക് മുങ്ങുമാറായി. ആമേൻ, പത്രോസും ആമേൻ യോഹന്നാനും അന്ത്രോസൊക്കെ ഭയപ്പെടത്തക്ക നിലയിൽ ആമേൻ കാറ്റ് കടല് പ്രതികൂലമായി. അവർ ഭയപ്പെട്ടു പോയി. നാദാ നശിച്ചു പോകുന്നില്ലേ, വിചാരമില്ലയോ എന്ന് ചോദിക്കത്തക്ക നിലയിൽ അത്രക്ക് പ്രതികൂലമായ സാഹചര്യത്തിൽ കർത്താവ് എഴുന്നേറ്റിട്ട് കാറ്റ് അടങ്ങ, കടലെ ശാന്തമാകുക. ആദ്യം ശാസിച്ചത് തനിക്ക് നേരെ തള്ളിപ്പോകുന്ന തിരമാലയല്ല, ഇതിനെ ഇളക്കി വിടുന്ന കാറ്റിനെയാണ് ആദ്യം അവൻ ശാസിച്ചത്. ഇന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിന്റെ പ്രതികൂലത്തെ അല്ല, പ്രതികൂലത്തിന്റെ പിന്നിലെ പ്രയാണശക്തി എന്താണോ അതിനെയാണ് നീ ശാസിക്കേണ്ടത്. ഹല്ലേലൂയ. കാറ്റിനെ കർത്താവ് ശാസിച്ചു, കാറ്റ് അടങ്ങി, കടൽ ശാന്തമായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിന്റെ കുടുംബത്തെ തകർക്കാൻ പൊങ്ങി വരുന്ന അതിന്റെ പിന്നിലെ പ്രേരക ശക്തി എന്താണോ അതിനെ നീ ശാസിക്കണം. നിന്റെ കുടുംബത്തിലേക്ക് രോഗമാണോ, കടഭാരമാണോ, കലഹമാണോ, മടുപ്പാണോ, എന്താണ് നിന്റെ കുടുംബത്തിലേക്ക്? അലസതയാണോ, ഭിന്നതയാണോ, എന്താ നിന്റെ കുടുംബത്തിലേക്ക് പിശാച് അഴിച്ചുവിടുന്നത്? അതിന്റെ പുറകിലെ പ്രേരക ശക്തി എന്താണോ അതിനെ നീ ശാസിക്കണം. അത് ശാസിച്ചാൽ കാറ്റടങ്ങും, കടൽ ശാന്തമാകും, വലിയ ശാന്തതയുണ്ടാകും. വേദപുസ്തകം പറയുന്നു, ഒഴുക്കിക്കളയുന്ന വിശ്വാസികളെ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന വലിയ കാറ്റുകൾ. ഈ യോബിന്റെ ജീവിതത്തിൽ അടിച്ച കാറ്റ് ഒത്തിരി കാറ്റായിരുന്നു. ഒത്തിരി പ്രതികൂലത്തിന്റെ കാറ്റുകൾ യോബിന്റെ ജീവിതത്തിൽ അടിച്ചു. ഭാര്യ പോലും അവസാനം പറഞ്ഞു, നിങ്ങൾ ഇനിയും ഭക്തി മുറുകെ പിടിക്കണ്ട, ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് പോയി ചാകെന്ന് പറഞ്ഞപ്പോഴും അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ ചാകാൻ വേണ്ടി വന്നവനല്ല, ഈ പ്രതികൂലത്തെ ജയിക്കണമെങ്കിൽ ഞാൻ ഭക്തി മുറുകെ പിടിക്കണം. അവൻ വ്യതിചലിച്ചില്ല, ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ഇന്ന് പകൽക്കാലം തീരുമാനങ്ങളിൽ നിന്ന് അകറ്റുന്ന ഏത് പ്രതികൂലമാണോ
അതിന്റെ നടുവിൽ നീ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ ദൈവം നിന്റെ ജീവിതത്തിൽ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുക. ദൈവം നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുക. നിന്റെ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടയെ മടക്കി തരുവാനായിട്ട് എന്റെ ദൈവത്തെ കൊണ്ട് സാധിക്കുക. എല്ലാ പ്രതികൂലത്തിനകത്ത് നിന്ന് നീ ജയം പ്രാപിക്കും. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. രണ്ടാമത്തെ ഒഴുക്ക് നമ്മളെ തന്നെ ഒഴുക്കിക്കളയുന്ന ഒഴുക്ക്. ഒന്ന്, നമ്മുടെ തീരുമാനങ്ങളിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്ന ഒഴുക്ക്. വല്ലപ്പോഴും, എപ്പോഴുമില്ല, വല്ലപ്പോഴും. ഇടക്കൊക്കെ പള്ളി വരും, ഇടക്കൊരു മുടക്കം, ഇടക്ക് ചെറിയൊരു പിന്മാറ്റം. 3 മാസം ശരിക്കും വരും, 1 മാസം പിന്മാറ്റത്തിൽ പോവും. ആ സഭ വന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ആത്മീയത, ഇടക്ക് എന്ത് ചെയ്യും? ഒഴുകിപ്പോവും. അത് ഇടക്കുള്ള ചെറിയൊരു ഒഴുക്ക്. രണ്ടാമത്തെ ഒഴുക്ക് പൂർണ്ണമായിട്ട് ഒഴുക്കുന്ന ഒഴുക്ക്. 124 സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. നദി നമ്മുടെ പ്രാണന് മീതെ, നമ്മളെ ഒഴുക്കുന്ന ഒഴുക്ക്, നമ്മുടെ പ്രാണനെ ഒഴുക്കുന്ന ഒഴുക്ക്, നമ്മളെ വിശ്വാസത്തിൽ നിന്നല്ല നമ്മുടെ തുടച്ചു മാറ്റുന്ന ഒഴുക്ക്. ഇന്ന് പല കുടുംബങ്ങളെയും ശക്തമായ പ്രതികൂലം പിശാചിട്ടപ്പോൾ വിശ്വാസത്തിന് തുടച്ചു മാറ്റിപ്പോയി. ഒരു കാലത്ത് കർത്താവിന് വേണ്ടി ശക്തമായി നിന്നവര് പലരും ഇന്ന് വിശ്വാസ സമൂഹത്തിൽ കാണുന്നില്ല. കാരണം പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ആത്മീയ കരുത്ത് അവർക്കില്ലാതെ പോയി. അവർക്ക് ഈ ദൈവത്തിന്റെ മഹത്വം ദർശിക്കാനുള്ള അഭിഷേകം ഇല്ലാതെ പോയി. അവരെ പിശാച് ഒഴുക്കിക്കളഞ്ഞു. അടുത്തത് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. നമ്മുടെ നന്മയെ മുടിപ്പിക്കുന്ന ഒഴുക്ക്. ഇത് പൈശാചികമാണ് എന്ന് പറഞ്ഞാൽ, ഒരു നന്മ ഉണ്ടാക്കി വിതച്ചു, നനച്ചു, വളർത്തി, വിളഞ്ഞു, കൊയ്യാൻ വരുന്ന സമയത്ത് ഒഴുക്കിക്കൊണ്ടുപോകും. നന്മ ഉണ്ടായി ഒരു 100 രൂപ കൈ വരുമ്പോൾ 150 രൂപയുടെ ചെലവ് ഉണ്ടോന്ന് അതങ്ങോട്ട് കൊണ്ടുപോകും. ഇതുപോലെ നിന്റെ സാമ്പത്തികത്തെ, നിന്റെ അധ്വാനത്തിന്റെ നന്മകളെ ഒഴുക്കിക്കളയുന്നൊരു ഒഴുക്കുണ്ട്. എന്നാൽ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ഉള്ളങ്കാൽ വെള്ളത്തിൽ മുക്കിയപ്പോൾ അതിന്റെ ഒഴുക്ക് നിന്നുപോയി. അതിന്റെ ഒഴുക്ക് നിന്നുപോയി. ഇന്ന് പകലൊരു ഓർത്തോണമാ, നിന്നെ ഒഴുക്കുന്നു, നിന്നെ നന്മയെ ഒഴുക്കുന്ന എത്ര വലിയ ഒഴുക്കാണെങ്കിലോ, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ വെള്ളത്തിൽ ഉള്ളങ്കാൽ മുക്കിയപ്പോൾ അതിന്റെ ഒഴുക്ക് നിന്നോ, അതിന്റെ ഒഴുക്ക് നിന്നോ. അവരുടെ കാല് മുക്കിയപ്പോൾ ഒഴുക്ക് നിൽക്കും. കാരണം അവിടെ ചുമലിൽ പെട്ടകമുണ്ടായിരുന്നു. ഇന്ന് പകൽ ക്രിസ്തു അകത്തുള്ള നീ ചവിട്ടുന്നിടത്ത് ചില ഒഴുക്ക് മാറവ, നശിപ്പിക്കുന്ന ചില ഒഴുക്ക് മാറവ, നന്മയെ ചോർത്തുന്ന ചില ഒഴുക്ക് മാറവ. ക്രിസ്തുവിനെ ചുമന്നുകൊണ്ടോ നീ യോർദാനി ഉള്ളങ്കാൽ മുക്കുമ്പോൾ ഏത് വലിയ ഒഴുക്കാണെങ്കിലോ ആ ഒഴുക്ക് നിൽക്കും. കരങ്ങൾ ഉയർത്തി സ്വതന്ത്രം പറഞ്ഞാടെ. അപ്പൊ ഇങ്ങനൊരു പൈശാചികമായ ഒഴുക്കുണ്ട്. എന്നാൽ യേശുക്രിസ്തു അതിനകത്ത് നിന്ന് ഒരു വ്യത്യസ്തമായ വചനം പറഞ്ഞു. യേശുക്രിസ്തു ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, ദാനമായി ഈ വെള്ളം കുടിക്കട്ടെ, ദാനമായി ഇത് കുടിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. വിശ്വസിക്കുന്ന നമ്മുടെ അകത്തുനിന്ന് ഒഴുകിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒഴുക്കുകൾ നമ്മളെ ഒഴുക്കിക്കളയും. ഈ ശക്തികൾ നമ്മളെ തകർത്ത് കളയും. നമുക്ക് മുന്നേറാൻ കഴിയത്തില്ല. ചില വ്യക്തികൾക്കൊക്കെ വർഷങ്ങളായിട്ട് വിശ്വാസത്തിൽ നിന്നിട്ടും ഒരു നന്മ പ്രാപിക്കാൻ പറ്റാത്തതിന്റെ കാര്യം അവരുടെ അകത്തുനിന്ന് വിശ്വാസത്തിന്റെ നദി ഒഴുകാത്തത് കൊണ്ടാണ്. ഞാൻ പറയട്ടെ, നദി എവിടെ ഉണ്ടോ അവിടെ പച്ചപ്പുണ്ടാകുക. നദി എവിടെ ഉണ്ടോ അവിടെ മൃഗങ്ങളുണ്ടാകും. നദി എവിടെ ഉണ്ടോ അവിടെ മത്സ്യങ്ങളുണ്ടാകോ. നദി എവിടെ ഉണ്ടോ അവിടെ കൃഷിക്കാരുണ്ടാകോ. കാര്യം എന്തെന്നറിയാമോ? വെള്ളമുള്ളിടത്ത് ജീവനുണ്ടാകോ. അതുകൊണ്ട് വചനം പറഞ്ഞത്, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. യോഹന്നാൻ 7:38 വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. ഇത് നമ്മുടെ അകത്തു നിന്ന് ഒഴുകണം എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകണമെന്നല്ല, വിശ്വാസത്തിന്റെ നദി. ഈ നദി എന്തിനെ കാണിക്കുന്നു? ഇത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഇത് നമ്മൾ പോകുന്നിടത്ത് ഇത് വ്യാപരിക്കണം. ഞാൻ നിൽക്കുന്ന ഓഫീസിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കണം. ഞാൻ നിൽക്കുന്ന ജോലി സ്ഥലത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കണം. ഞാൻ ഓടിക്കുന്ന കാറിനകത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കണം. ഞാൻ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിനകത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കണം. എന്താണെന്നറിയാമോ? ഈ അഭിഷേകം ഉണ്ടെങ്കിൽ നീ പോകുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ ജീവൻ പ്രാപിക്കുക. നീ പോകുന്നിടത്ത് വലിയ ദൈവ പ്രവൃത്തി ഉണ്ടാകും.
അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നദി നമ്മുടെ അകത്തുനിന്ന് ഒഴുകണം. ഈ നദി ഒഴുകുന്നത് വാക്കുകളിലൂടെയാ. സദൃശ്യവാക്യം 18:4. സദൃശ്യവാക്യം 18:4. മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളം, മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ ഉറവ് ഒഴുക്കുള്ള തോടുമാകും. ഒഴുക്കുള്ള തോട്. മനുഷ്യന്റെ വായിലെ വാക്കുകൾ ഒഴുക്കുള്ള തോടാണ്. നമ്മുടെ വായിലെ വാക്ക് കൊണ്ടാണ് നമ്മൾ നല്ലതാണോ ചീത്തതാണോ തിരിച്ചറിയുന്നത്. നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലതെടുത്ത് പുറപ്പെടുവിക്കുന്നു. ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വാ പ്രസ്താവിക്കുന്നത്. ഇന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ലെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് പോലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചലിക്കത്തില്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തി ചലിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ ദൈവവചനം ഉണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കിലോ ഓരോ പദത്തിലോ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. പത്രോസ് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ചെന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവരെല്ലാവരും അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഇന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ പോകുന്നിടത്ത് പരിശുദ്ധാത്മാവ് ചലിച്ചാൽ അവൻ ദേശത്തേക്ക് ഒരു വലിയ ഉണർവുണ്ടാകുക. പത്രോസ് പോയ സ്ഥലത്ത് പരിശുദ്ധാത്മാവ് ചലിച്ചു, പൗലോസ് പോയിടത്തെല്ലാം പരിശുദ്ധാത്മാവ് ചലിച്ചു. ആ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കുണ്ടായതുകൊണ്ട് ഇവർ ഒരു സംസാര വിഷയമായി മാറി, ഇവർ ഒരു പ്രശംസാ വിഷയമായി മാറി. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒഴുക്കുണ്ടാകണമെങ്കിൽ നാം വാ തുറന്ന് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒഴുകണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒഴുകാതെ ഒരിക്കലും നമുക്കിത് ചെയ്യാൻ സാധിക്കത്തില്ല. ഒന്ന്, നമ്മുടെ വായിലെ വാക്കുകൾക്ക് അഭിഷേകമുണ്ട്. മരണവും ജീവനും നാവിന്റെ അധികാരത്തിന്മേലിരിക്കുന്നു. അതിന്റെ ഇഷ്ടം അനുഭവിക്കുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ നാവിൽ അധികാരമുണ്ട്, നമ്മുടെ നാവിൽ മരണമുണ്ട്, ജീവനുണ്ട്. ഈ ഒഴുക്ക് നമ്മുടെ വായിലൂടെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് ചലിക്കണമെങ്കിൽ, ഈ ഒഴുക്ക് നമ്മുടെ വായിലൂടെ ഓരോ വാക്ക് വരുമ്പോഴും പരിശുദ്ധാത്മാവ് ചലിക്കണമെങ്കിൽ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് നിറയണം, നമ്മുടെ അകത്ത് ദൈവശക്തി നിറയണം. വേദപുസ്തകം പറയുന്നു, ഒഴുകുന്ന നദിക്കകത്ത് വലിയ ശക്തമേറിയ ആയുധങ്ങളുണ്ട്. ഈ പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകാത്തോടത്തോളം കാലം ദുർഗന്ധം മാറത്തില്ല, മാലിന്യം മാറത്തില്ല. ഒഴുക്കുള്ള നദിക്കകത്ത് മാലിന്യം കെട്ടിക്കിടക്കത്തില്ല. ഒഴുക്കുള്ള നദിക്കകത്ത് കൊതുക് വന്ന് മുട്ടയിടത്തില്ല. ഒഴുക്കുള്ള നദിക്കകത്ത് ദുർഗന്ധം വമിക്കത്തില്ല. ഒഴുക്കുള്ള നദിക്കകത്ത് എല്ലാ മലിനതകളെയും ഇത് ഒഴുക്കിക്കളയും. ഇന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിനകത്ത് എന്തെങ്കിലും മലിനതകൾ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഒഴുകാൻ സഹായിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകാൻ സ്വാതന്ത്ര്യം കൊടുത്താൽ ഈ നദി നിന്റെ അശുദ്ധികളെ ഒഴുക്കിക്കളയുക. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ശ്രദ്ധിച്ചു കേൾക്ക്. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 40-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. പിന്നെ അവൻ തന്റെ വടിയെടുത്തു തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്തു. തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്തു. ഈ തോട്ടിലേക്ക് ദാവീദ് ഓടിച്ചെന്ന് 5 കല്ല് തിരഞ്ഞെടുക്കുന്നു. ഈ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. ഫിലിസ്ത്യ മലനായ ഗോലിയാത്ത് 40 ദിവസം വന്ന് വെല്ലുവിളിക്കുക. ഏലാ താഴ്വരയിൽ നിന്ന് ഒരു വെല്ലുവിളി. ജീവിതത്തിൽ വെല്ലുവിളികളെ ജയിക്കണമെങ്കിൽ നമുക്ക് ഒഴുക്കുള്ള തോടുമായിട്ടൊരു ബന്ധമുണ്ടാകണം. ഒഴുക്കുള്ള തോടുമായിട്ടൊരു ബന്ധമുണ്ട്. ആമേസ്തരം. വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ഗോലിയാത്ത് നിന്ന് വെല്ലുവിളിക്കുമ്പോൾ, ദാവീദ് തന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ ബത്ലഹേമിൽ നിന്ന് വന്നപ്പോൾ അവൻ ആ പട്ടാളക്കാരുടെ ഇടയിലൂടെ നടക്കുമ്പോൾ ഈ ഗോലിയാത്തിന്റെ വെല്ലുവിളി കേട്ടിട്ട് അവൻ ഇപ്രകാരം പറഞ്ഞു, ഇവനെ കൊന്നാൽ എനിക്ക് എന്നാ കിട്ടും, ഇവനെ കൊന്നാൽ എനിക്ക് എന്നാ കിട്ടും. അഭിഷേകം വീണ ദാവീദിന് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം. ആമേസ്തരം. ഒരുത്തനും എന്റെ നേരെ നിന്ന് വെല്ലുവിളിക്കുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ഇവനെ കൊന്നാൽ എനിക്ക് എന്നാ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ആമേസ്തരം, ഇവനെ കൊന്നാൽ രാജാവിന്റെ മകളെ അവന് വിവാഹം കഴിച്ചു കൊടുക്കും, ഇസ്രായേലിൽ കരമൊഴിവ് കൊടുക്കും. ഇതൊക്കെ പറഞ്ഞപ്പോൾ സ്തോത്രം, അവന്റെ ചേട്ടന്മാർ പറഞ്ഞു, നീ പട കാണാനല്ലേ വന്നത്, ഞങ്ങൾക്കറിയാം നീ പട കാണാനല്ലേ വന്നത്. ദാവീദ് ഇതൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഈ വർത്തമാനം ശൗലിന്റെ കാതിലെത്തി. ഞാൻ പറയട്ടെ, ഒരു കാലത്ത് ജയം മാത്രം കണ്ട ശൗല് അഭിഷേകം നഷ്ടപ്പെട്ടപ്പോൾ മലനായ ഗോലിയാത്തിനെ കണ്ടിട്ട് അവൻ ഭയപ്പെട്ട് നാരകത്തിന്റെ ചുവട്ടിലിരിക്കുക. എന്നാൽ അഭിഷേകം
അഭിഷേകമുള്ള ദാവീദ് ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പോഴും അതിനേക്കാൾ വലിയ ദൈവത്തെ അവന്റെ കൂടെ കാണുകയാണ്. ആമേ സ്വർഗം എന്റെ സിംഹാസനമാ, ആമേ ഭൂമി എന്റെ പാദപീഠം അരുൾ ചെയ്ത വലിയ ദൈവത്തെ അവന്റെ കൂടെ കാണുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, അഭിഷേകം നിന്റെ മേൽ ചലിക്കാൻ തുടങ്ങിയാൽ, ദൈവശക്തി നിന്റെ മേൽ ചലിക്കാൻ തുടങ്ങിയാൽ, എത്ര വലിയ പ്രതികൂലങ്ങൾ നിന്റെ നേരെ വന്നാലോ നീ അതിനേക്കാൾ വലിയ ദൈവത്തെ ആമേ നീ അതിന്റെ നടുവിൽ കാണുക. അതിനേക്കാൾ വലിയ ദൈവത്തെ, അതിന്റെ മേലെ ജയം തരുന്ന സർവശക്തരെ നീ കണ്ട, നീ അതിനകത്തുനിന്ന് പൂർണ്ണമായ ജയം നീ പ്രാപിക്കും. ഹല്ലേലൂയ. ഇവനെ കൊന്നാൽ എനിക്ക് എന്നാ കിട്ടും, ഇവനെ കൊന്നാൽ എന്നാ കിട്ടും, ഇവനെ കൊന്നാൽ രാജാവിന്റെ മോളെ കിട്ടും. രാജാവിന്റെ മോളെ മാത്രമല്ല, ഇവനെ കൊന്നാൽ വലിയ സമ്മാനങ്ങൾ തന്നത് രാജാവ് മാനിക്കും. അമ്മൻ ഈ വാർത്ത രാജാവിന്റെ അടുത്തെത്തിയപ്പോൾ, രാജാവിന്റെ അടുക്കൽ ഇവനെ കൊണ്ടുവന്നപ്പോൾ രാജാവ് പറഞ്ഞു, നീ ഒരു ബാലനാണ്, നീ ഒരു ബാലനാണ്. അവനോ ചെറുപ്പം മുതൽ യോദ്ധാവാണ്. ഇന്ന് ഞാൻ വിളിച്ചപ്പെട്ട നീ ഒരു ബാലനാണെങ്കിലും അഭിഷേകം ഉണ്ടെങ്കിൽ ചെറുപ്പം മുതൽ യോദ്ധാവായവൻ നിന്റെ മുമ്പിൽ വീഴും. നിന്നെ നോട്ടത്തിൽ ആർക്കും കഴിവില്ലെങ്കിലും അഭിഷേകം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ കരം നിന്റെ കൂടെ ചലിക്കാൻ തുടങ്ങിയാൽ, നിനക്ക് ഈ പരിപാടി അറിയത്തില്ലെങ്കിലോ ഉള്ള പരിപാടി കൊണ്ട്, നിനക്കറിയാവുന്ന പരിപാടി കൊണ്ട് നിന്റെ ശത്രുവിനെ തകർക്കുവാൻ ദൈവശക്തനാണ്. അങ്ങനെ ശൗല് പറഞ്ഞു, അവൻ യോദ്ധാവാ. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ കാട്ടിലായിരുന്നപ്പോ ഒരു കടലിനെ കൊന്നു, ഒരു സിംഹത്തെ കൊന്നു. സിംഹത്തെയും കരടി എന്റെ കയ്യിലേൽപ്പിച്ച ദൈവം ഇവനെ എന്റെ കയ്യിലേൽപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവന്റെ വാക്കുകളിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇവന്റെ വാക്കുകളിൽ നദി പുറപ്പെട്ടപ്പോൾ അവൻ രാജാവ് തന്റെ പടച്ചട്ട ഊരി കൊടുത്തു, അവന്റെ വാള് കൊടുത്തു, അവന്റെ അങ്കി കൊടുത്തു, എല്ലാം കൊടുത്ത് ദാവീദ് ഇട്ട് കഴിഞ്ഞപ്പോൾ ദാവീദിന് നടക്കാൻ പറ്റുന്നില്ല. ദാവീദ് പറഞ്ഞു, ഞാൻ ഇതൊന്നും ശീലിച്ചിട്ടില്ല. അതെല്ലാം ഊരി വെച്ചിട്ട് ഇവൻ തോട്ടിലേക്ക് ഓടുക. ഇവനറിയാം ഒഴുക്കുള്ള തോട്ടിനകത്ത് ഏത് ശത്രുവിനെ തകർക്കാനുള്ള ആയുധമുണ്ട്. ഇന്ന് നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തെ തകർക്കുവാൻ വെല്ലുവിളിച്ച് നിൽക്കുന്ന, ഒരു രാജ്യത്തെ മുഴുവൻ വിറപ്പിച്ച, രാജാക്കന്മാരെ വിറപ്പിച്ച, സഹസാധിപന്മാരെ വിറപ്പിച്ച, പട്ടാളക്കാരെ വിറപ്പിച്ച, ഇതുവരെ നിന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന എത്ര വലിയ ഗോലിയാത്താണെങ്കിലും നീ നദിക്കകത്തെ കോടിച്ചല്ല. ഇതിനെ തകർക്കാനുള്ള ആയുധമാ, അതിനെ തകർക്കാനുള്ള ആയുധമാ ഈ നദിക്കകത്തുണ്ട്. മിനുസമുള്ള 5 കല്ല്, മിനുസമുള്ള 5 കല്ല് ഒഴുക്കുള്ള നദിക്കകത്തുണ്ട്. ഈ ഒഴുകാത്ത നദിയാണെങ്കിലോ കല്ലിന് മിനുസം വരത്തില്ല. ഈ ഒഴുകുന്ന നദിക്കകത്തൊരു പ്രത്യേകത ഉണ്ട്. ഈ ഒഴുകുന്ന നദിക്കകത്തുള്ള കിടക്കുന്ന എല്ലാത്തിനും ഇളക്കും. എല്ലാത്തിനും എന്ത് ചെയ്യും? ഇതിന് വലിയ പാറയാണ്. ഈ പാറ താഴെ വെള്ളം നദിക്കകത്ത് വന്ന് ഒഴുക്കി ഇതിനെ ഒരച്ച് ഇത് മിനുസമുള്ള കല്ലായിട്ട് മാറി. ഇത് ഈ പരിശുദ്ധാത്മാവിന്റെ നദിക്കകത്തേക്ക് വന്നാൽ നീ എത്ര പരുക്കനാണെങ്കിലും നിന്നെ ഇട്ട് ഒടച്ച് നിന്നെ ഉരുട്ടി അമ്മ ശത്രുവിന്റെ തല തകർക്കാനുള്ള മിനുസമുള്ള കല്ലാക്കി പരിശുദ്ധാത്മാവ് മാറ്റും. എന്നാൽ ഒഴുക്കില്ലാത്ത നദിക്കകത്ത് നീ വീണാൽ എങ്ങനെ വീണോ അതുപോലെ ഇരിക്കും, വീണതുപോലെ തന്നെ ഇരിക്കും. നിനക്ക് മാറ്റം വരുത്തത്തില്ല, നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരില്ല, നിന്റെ സ്വഭാവത്തിന് മാറ്റം വരില്ല. എന്നാൽ ഒഴുക്കുള്ള നദിക്കകത്ത് വീണാൽ നീ മിനുസമുള്ള കല്ലായി മാറും. ദാവീദിനറിയാമോ, അവൻ ഈ വാള് കൊണ്ട് ജയിക്കാൻ പറ്റത്തില്ല. പക്ഷെ നദിക്കകത്തേക്ക് ചെന്നാൽ, ഒഴുക്കുള്ള നദിക്കകത്തേക്ക് എന്നാൽ എനിക്ക് അവിടെ നിന്ന് ആയുധം കിട്ടും. ഞാൻ പറയട്ടെ, 5 കല്ലുമായിട്ട് ചെന്നു, ഒറ്റ കല്ലുകൊണ്ട് ഗോലിയാത്ത് താഴെ പോയി. ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ കുടുംബത്തെ വെല്ലുവിളിക്കുന്ന എത്ര വലിയ ശക്തിയാണെങ്കിലോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ മേൽ ചലിക്കാൻ തുടങ്ങിയാൽ, പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് നിന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ, ലോകത്തെ കീഴ്മേൽ മറിച്ചതാണെങ്കിലോ, രാജാക്കന്മാരെ ഭയപ്പെടുത്തിയതാണെങ്കിലോ, പരിശുദ്ധാത്മാവിന്റെ നദിക്കകത്തുനിന്ന് ഒറ്റ കല്ല് പുറപ്പെട്ടാൽ നിന്നെ വെല്ലുവിളിക്കുന്ന ഗോലിയാത്ത് താഴെ പോകും. ചില സഹോദരന്മാരാണ് ഇന്ന് ഞാൻ വിളിച്ചപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള സ്ഥലത്ത് ശത്രുവിനെ തകർക്കാനുള്ള ആയുധങ്ങളുണ്ട്. നിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒഴുകാൻ തുടങ്ങിയാൽ മന്ത്രവാദികളെ തകർക്കാനുള്ള കല്ലുകൾ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരും. ഇന്ന് പകൽ നിന്റെ നേരെ വരുന്ന രോഗമാണോ, ഏത് ആമസ്തോത്രം പ്രതികൂലമാണോ, നിന്നെ വെല്ലുവിളിക്കുന്ന ഏത് പ്രശ്നമാണോ, അതിനെ തകർക്കാനുള്ള ആയുധം ഈ നദി ഒഴുകിയാൽ അതിനകത്തുനിന്ന് പുറത്തു വരും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ ഒഴുകാൻ തുടങ്ങിയാൽ ശത്രുവിനെ തകർക്കാനുള്ള ആയുധം ഈ നദി നിനക്ക് നൽകിത്തരോ. ഹല്ലേലൂയ. ഇത് ഒഴുകാൻ തുടങ്ങണം. ഇത് ഒഴുകുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും. ഇത് ഒഴുകാൻ തുടങ്ങുമ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ജീവിതത്തിൽ രൂപാന്തരങ്ങൾ ഉണ്ടാകും, ജീവിതത്തിൽ വലിയ വലിയ പരിവർത്തനങ്ങൾ സംഭവിക്കും. ഈ ഒഴുകുന്ന നദിക്കകത്തുള്ള പ്രത്യേകത എന്നറിയാമോ? ഒഴുകുന്ന നദിക്കകത്ത് ഒരു ചെടി നിന്നാൽ ഈ ചെടി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഈ ചെടി ഇങ്ങനെ
നേരെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഒഴുക്കുള്ളതുകൊണ്ട് ആമേശ്വരം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഇതാണ് പെന്തക്കോസ്ത് വന്ന ആൾക്കാർക്ക് ഇത്ര ആട്ടം കൂടുതൽ. മറ്റൊന്നുമല്ല, ഇവിടെ ആത്മാവിൻ്റെ ഒഴുക്കുണ്ട്. ഇന്ന് പകൽ ഞാനൊരു ദൂത് വിളിച്ചവരുടെ ഈ ഒഴുക്ക് വന്നാൽ നിൽക്കാൻ പറ്റുകയില്ല. ചിലരൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന നിപ്പ് കണ്ടവർക്ക് ഭയങ്കര VVIP ആണെന്ന്. VVIP ആയിട്ടൊന്നും അല്ല, ഈ ഒഴുക്കില്ലാത്തതുകൊണ്ടാണ് നിൽക്കുന്ന. കരയിലാണ് നിൽക്കുന്നത്, വെള്ളത്തിലല്ല. എന്നാൽ വെള്ളത്തിലേക്ക് ഇറങ്ങിയാലുണ്ടല്ലോ നിനക്ക് നിൽക്കാൻ കഴിയത്തില്ല. നീ ആടാൻ തുടങ്ങും. ശക്തമായ ഒഴുക്കിനകത്ത് വന്നാൽ നീ ആടാൻ തുടങ്ങും. നിന്റെ ആത്മാവിൽ ചലനം ഉണ്ടാകാൻ തുടങ്ങുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാ ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇല്ലാത്തവരെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മേലും ഈ പരിശുദ്ധാത്മാവിനെ കർത്താവ് പകരട്ടെ. പാസ്റ്റർ ഷാജൻ ജോർജ് ഓസ്ട്രേലിയയിൽ ശുശ്രൂഷിക്കുന്നു. 2015 ഏപ്രിൽ 25 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ മെസ്സേജ് സഹിച്ചെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഡെലിവറൻസ് ചർച്ച് ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. നിശ്ചയമായിട്ടും ഈ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിൽ നന്മയെ മുടക്കുന്ന, ഉയർച്ചയെ ഒഴുക്കിക്കളയുന്ന, അനുഗ്രഹത്തെ ഒഴുക്കിക്കളയുന്ന എല്ലാ പൈശാചിക ഒഴുക്കുകളെയും ഓവർകം ചെയ്യുന്ന ഒരഭിഷേകം നിങ്ങളിലേക്ക് റിലീസ് ചെയ്യും. നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി നിങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ കർത്താവിൽ പ്രസിദ്ധരാകുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ കാണുന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേശത്ത് ഞങ്ങളെ കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബന്ധനങ്ങൾ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. മന്ത്രവാദ കെട്ടുകൾ പൊട്ടി മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ഇപ്പോൾ തന്നെ കടക്ക വിട്ട് എഴുന്നേൽക്കട്ടെ. തളർവാദ രോഗികൾ കടക്ക വിട്ട് എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിക്കുകയാണ്. സാമ്പത്തിക ബന്ധനങ്ങൾ പൊട്ടി തകരട്ടെ. ഡൈവേഴ്സ് ആകാൻ പോകുന്നവർ ഒരുമിക്കട്ടെ. പിശാച് തകർത്ത കുടുംബങ്ങൾ ഇപ്പോൾ ഒരുമിച്ചാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ആമേൻ. മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകട്ടെ. ഉദരത്തിലെ മുഴകൾ മാറട്ടെ. എല്ലാ ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കുള്ള പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. ജോലിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ മാറട്ടെ. ഈ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ നാമത്തിൽ ആത്മീകമായി, ഭൗതികമായി, ശാരീരികമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ, ആമേൻ. പാസ്റ്റർ ഷാജൻ ജോർജ് ഓസ്ട്രേലിയയിൽ ശുശ്രൂഷിക്കുന്നു. 2015 ഏപ്രിൽ 25 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.